അപ്പം ഇന്ന് എൻ്റെ കയ്യിലുള്ളത് നല്ല കടച്ചക്കപ്പേരിയാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് വെക്കാൻ പറ്റണ നല്ല ടേസ്റ്റുള്ള കടച്ചക്കപ്പേരി. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ നല്ല മൂത്തിട്ടുള്ള ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുത്തതിന് ശേഷം അത് അതിൻ്റെ കറ കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കടച്ചക്കയുടെ തൊലിയൊക്കെ ചെത്തി എടുത്തിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നല്ല മൂത്തതായതുകൊണ്ട് കുറച്ച് ഹാർഡായിരുന്നു ഇത് ചെത്താൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ആ മൂക്കുണ്ടല്ലോ അത് ചെത്തിക്കളയണം കേട്ടോ. നമ്മളത് കറക്കിയായിട്ട് എടുക്കാൻ പാടില്ല. അപ്പോഴത്തേനും ചെത്തിയപ്പോഴത്തേക്ക് അതിൻ്റെ കറ കൊണ്ട് അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. അപ്പോൾ ഞാനത് വെള്ളത്തിലേക്കാണ് കേട്ടോ നുറുക്കിയിട്ടത്. വെള്ളത്തിലേക്ക് നുറുക്കിയിടുമ്പോൾ ഇത് കറുത്ത് പോവില്ല കേട്ടോ, അല്ലെങ്കിൽ കറ പിടിച്ചിട്ട് കറുത്ത് പോവും. എന്നിട്ട് ഞാനിതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം, കുക്കറിലേക്ക് ആയതുകൊണ്ട് കുറച്ച് വെള്ളം മതി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വിസിലടിക്കാൻ വെച്ചു. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയാണ് കേട്ടോ. അധികം സാധനങ്ങളൊന്നും ഇതിന് വേണ്ട കേട്ടോ. അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ്. നമ്മൾ കുത്തി കാച്ചുകയെന്ന് പറയില്ലേ, അങ്ങനെയാണ് ഇത് ചെയ്യണേ. അതുകൊണ്ട് നല്ലപോലെ ഇത് കുത്തി എടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കടച്ചക്ക നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളൂ. ചെറിയ കഷ്ണമായതുകൊണ്ട് പെട്ടെന്ന് വെന്തു. പിന്നെ ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ കുത്തിയ ഉള്ളി ഉണ്ടല്ലോ, കുത്തിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് മൂപ്പിക്കാനായിട്ടിട്ടു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം തന്നെ മുഴുവൻ കുത്തി കാച്ചാം. പക്ഷേ ഞാൻ മുളക് പൊടിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുത്തു. നമ്മുടെ കുരുമുളക് പൊടിച്ചത് അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ ഇത് നല്ലപോലെ മൂത്ത് വരണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കുത്തിക്കാച്ചിൻ്റെ മണം കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് കളറ് മാറണ വരെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചക്ക ഉണ്ടല്ലോ, കടച്ചക്ക, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മെല്ലെ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ വെന്തിട്ടുള്ളതുകൊണ്ട് ഇത് ഉടഞ്ഞു പോവും. അപ്പം മെല്ലെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഓഫ് ചെയ്തിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് മുളകും ഉള്ളിയും കൂടിയിട്ടുള്ളതെല്ലാം അവിടത്തേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല മണം ഉണ്ടാവും കേട്ടോ, നല്ല കുത്തിക്കാച്ചിയ പെരിയുടെ മണം. ഇത് മാത്രം മതി, നിറച്ചും ചോറുണ്ണാൻ പറ്റും നമുക്ക്. അപ്പോൾ എല്ലാവരും കടച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ മസാലക്കറിയൊക്കെ ഉണ്ടാക്കണം അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പേരി നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ.